ഒരു ബിഫാം ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഹോൾഡർ അവരുടെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു മെഡിസിൻസ്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അഡ്വേഴ്സ് ഇഫക്റ്റ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ റിയൽ ലൈഫിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കോളേജസ് നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ റിയൽ ലൈഫ് ആസ് എ ഫാർമസിസ്റ്റ് എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ എന്നൊക്കെയാണ് ഈ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഏതൊരു ഫീൽഡിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഫാർമസി ഫീൽഡിലും. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് പലതരം ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ ഡൗട്ട്സ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ആസ് എ ഫാർമസിസ്റ്റ്. A good pharmacist is not only someone who knows medicines, but someone who communicates well. So keep in mind communication skills. Second point എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ നോളജ് വേഴ്സസ് ടെക്സ്റ്റ് ബുക്ക് നോളജ്. ടെക്സ്റ്റ് ബുക്ക് നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു മെഡിസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഫാർമക്കോളജീസ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടിക്കൽ നോളജ്. കാരണം ഒരു മെഡിസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് ഫാർമക്കോളജി, മെക്കാനിസം ഓഫ് ആക്ഷൻ, സൈഡ് എഫക്ട്സ്, അങ്ങനെ നമ്പർ ഓഫ് തിങ്സ് നമ്മൾ ഒരു മെഡിസിനെ പറ്റി പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് ഒരു സ്പെസിഫിക് ഡിസീസ് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ ഡയബറ്റിക്സ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡ്രഗ് ഇൻട്രാക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പ്രാക്ടിക്കൽ നോളജാണ് ഫാർമസിസ്റ്റിനെ ബെറ്റർ ആക്കുന്നത്. എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ഒരു ഗുഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറയുന്നത് ഓൾവേസ് എ ഗുഡ് ലേണർ എന്ന് പറയും. അതായത് നമ്മുടെ മെഡിസിനൽ ഫീൽഡ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. സോ നമ്മൾ മെഡിസിൻസിനെ പറ്റിയിട്ടും അതിൻ്റെ റെഗുലേഷൻസിനെ പറ്റിയിട്ടും എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. സോ ഗ്രാജുവേറ്റ് ആയില്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഹോൾഡർ ആയി എന്ന് വിചാരിച്ചിട്ട് എല്ലാം ആയി എന്നല്ല. സോ വി ഷുഡ് ഗെറ്റ് അപ്ഡേറ്റഡ് അബൌട്ട് ദ സിസ്റ്റം ദാറ്റ് വി ആർ ഇൻ. ഫോർത്ത്, അബൌട്ട് ദ കരിയർ ഓപ്ഷൻസ്. ഇപ്പോൾ ഫാർമസി ഫീൽഡ് പണ്ടത്തെ പോലെയൊന്നുമല്ല, ഒരുപാട് ഗ്രോ ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്ഷൻസും വളരെ അധികമാണ്. ഫാർമസി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ദർ ആർ സം പീപ്പിൾ ഹു കീപ്പിംഗ് മൈൻഡ് ദാറ്റ് ഫാർമസി ഈസ് അബൌട്ട് ഡിസ്പെൻസിങ് മെഡിസിൻസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫാർമസി എന്ന് പറയുന്നത് ഒരുപാട് ഫീൽഡുകളിലേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ്. നല്ലോണം അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ ഫാർമസിയിലുണ്ട് ക്ലിനിക്കൽ ഫാർമസി, റെഗുലേറ്ററി അഫയേഴ്സ്, ഇൻവെൻട്രീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. R&D, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഫീൽഡാണ്. ഫാർമസി ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സൈഡ് ഓഫ് ബീയിങ് എ ഫാർമസിസ്റ്റ്. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്കാണെങ്കിൽ ദേ ക്യാൻ റിലേറ്റ് വാട്ട് ഐ എം സേയിങ് അബൌട്ട് എമർജൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ആയിരിക്കും ഫാർമസി ഉണ്ടാവുക. സോ എംപതി എന്ന് പറയുന്ന ഒരു ഫാക്ടർ, എംപതി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, അത് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നല്ലോണം ബിൽഡ് ചെയ്താൽ മാത്രമേ ഒരു നല്ല ഫാർമസിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് എമർജൻസി സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും പേഷ്യൻ്റ് റിലേറ്റീവ്സ് ഹോസ്പിറ്റലിലേക്ക് വരിക. സോ അവരെ ഡീൽ ചെയ്യുമ്പോൾ എംപതിക്കായിട്ട്, സിമ്പതി അല്ല എംപതിക്കായിട്ട്, അതുപോലെ പേഷ്യൻ്റായിട്ടും, അതായത് നമ്മൾ സമാധാനത്തോടും എംപതി ആയിട്ടും നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇമോഷണൽ സൈഡ്, നമ്മൾ ഇറിറ്റേറ്റഡ് ആവാം, നമുക്ക് പല ഇമോഷണൽ സ്റ്റേറ്റിൽ കൂടി ആയിരിക്കും നമ്മൾ കടന്നു പോകേണ്ടത്. പക്ഷേ വർക്ക് പ്ലേസിൽ നമ്മൾ പ്രൊഫഷണലായിട്ട് എംപതിക്കായിട്ട് വേണം പേഷ്യൻസിനെ ഡീൽ ചെയ്യാനായിട്ട്. So pharmacy is not just about medicines, it's about responsibility, learning, communication and being empathic to people with care and love. If you are a pharmacy student or a young pharmacist, please do remember one thing: your degree is just the beginning of your journey. If you like this video, please like, share and subscribe to my channel. And ഫാർമസി ഫീൽഡിൽ നിങ്ങൾ എന്ത് ലെസനാണ് പുതിയതായിട്ട് പഠിച്ചതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ സീ യു ഓൾ ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.